കേരളത്തിലുണ്ട് ഒരു വലിയ ലോകസഞ്ചാരി. ലോകം മുഴുവൻ ഒന്ന് കറങ്ങി വന്നപ്പോൾ സർവജ്ഞപീഠമേറിയ പോലെ അയാൾ വിളിച്ചു കൂവുന്നു, അള്ളാഹുവിന് ഇത്ര വലിയ ശക്തിയുണ്ട് എങ്കിൽ ഇവിടത്തെ അക്രമികളെ പിടിച്ചു കെട്ടാൻ പറ്റില്ലെങ്കിൽ പിന്നെ സ്വർഗത്തിൽ എന്ത് വാഴയ്ക്കയാ തരാൻ പറ്റുക എന്ന് അയാൾ ചോദിച്ചേക്കണേ. ഇതൊക്കെ കേട്ട് പതറുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു എന്താ പറഞ്ഞത് ഇവനോട്? അള്ളാഹു പറഞ്ഞത്, നിനക്കാരെങ്കിലും ഇസ്ലാമിനെതിരിൽ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ ആക്രമിച്ചാൽ അവൻ അവിടെ വെച്ച് തന്നെ അങ്ങ് അമർച്ച ചെയ്ത് കളയുമെന്ന് അള്ള പറഞ്ഞോ? എന്ന് ഏതെങ്കിലും അള്ള പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം പരീക്ഷണാലയമാണ്. നിങ്ങളെ നന്നായി നാം പരീക്ഷിക്കും, വിറവിറപ്പിക്കും. നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങളെ രക്ഷിക്കും എന്നല്ലേ അള്ള പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹു അക്രമിയെ പിടിക്കാനാണെങ്കിൽ പിന്നെ ഇബിലീസിനെ പടച്ചവനാരാ? അള്ളാഹു അല്ലേ? തെറ്റിനും ശരിക്കും പ്രേരണ നൽകുന്ന, തിന്മയെ പ്രേരിപ്പിക്കുന്ന പിശാചിനെ നമ്മളോടൊപ്പം അയച്ച് ആ പ്രേരണയെ മറികടക്കുന്ന ആത്മശക്തി, ആത്മസംയമനം ആർജിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ് ഈ ലോകമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിനെ സംബന്ധിച്ച്, അള്ളാഹുവിനെ കുറിച്ച്. അക്രമികളെ ഒന്നും ഇവിടെ അള്ളാഹ് ശിക്ഷിക്കുന്നില്ല പോൽ. ഇവിടെ ആക്രമിച്ച ആളുകളെ ഒന്നും അള്ളാഹ് പിടിച്ചില്ലേ? ഫിറഔനെ പിടിച്ചില്ലേ അള്ളാഹ്? മുസോളിനിയെ പിടിച്ചില്ലേ അള്ളാഹ്? ഹിറ്റ്ലറെ പിടിച്ചില്ലേ അള്ളാഹ്? പോൾപോട്ടിനെ പിടിച്ചില്ലേ അള്ളാഹ്? ആരെയാണ് പിടിക്കാതിരുന്നത്? ഒരല്പം സമയം കാത്തിരിക്കണമെന്നല്ലേ ഉള്ളൂ. പിടിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ത്യയിലെ വലിയ അക്രമികളെ പിടിച്ചില്ലേ അള്ളാഹ്? ഇസ്രയേലിൻ്റെ ഏരിയൽ ഷാറോണിനെ പിടിച്ച് കിടത്തിയില്ലേ അള്ളാഹ് 10-12 കൊല്ലം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റുകളുടെ വലിയ തലതൊട്ടപ്പനെ കിടത്തിയില്ലേ അള്ളാഹ്? ഈമാൻ ഉള്ളിലിറങ്ങിയത് കൊണ്ടാണ് ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയയുടെ 3 മക്കൾ ഈ കഴിഞ്ഞ ദിവസം 3 ആൺമക്കൾ കൊല്ലപ്പെട്ടപ്പോൾ പത്രക്കാരെ അഭിമുഖീകരിച്ച ആ മനുഷ്യൻ്റെ ദൃശ്യം ലോകത്തെ ഞെട്ടിപ്പിച്ചു. അദ്ദേഹം പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, അതിനുവേണ്ടിയല്ലേ ഞാൻ ആ മക്കളെ വളർത്തിക്കൊണ്ടുവന്നതെന്ന്. 3 ആൺമക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈമാൻ ഉള്ളിലിറങ്ങിയാൽ അതിൻ്റെ പേരിൽ കരയുകയോ പോരാട്ടം പോലും നിർത്തിവെക്കുകയോ ചെയ്യത്തില്ല. അധർമ്മത്തിൻ്റെ, അക്രമത്തിൻ്റെ ശക്തികൾക്കെതിരിലുള്ള പോരാട്ടം, ഒടുവിൽ തുലയാനുള്ള ശക്തികൾക്ക് വേണ്ടി ഒരുപക്ഷെ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ നീണ്ടു നിൽക്കുന്ന പോരാട്ടം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ മാസം വിട പറഞ്ഞ് പുതിയ ഒരു വത്സരത്തിന്, പുതുവർഷത്തിനെന്ന വിധത്തിൽ നാം തുടക്കം കുറിക്കുന്ന ഒരു പുതുജീവിതത്തിലേക്ക് കാലൂന്നുന്ന നിർണായകമായ ഒരു സമയത്താണ് നാം ഓരോരുത്തരുമുള്ളത്. പരിശുദ്ധമായ റമദാനിൽ നാം ധാരാളം നന്മകളുമായി നിരന്തര സമ്പർക്കവും സഹവാസവും പുലർത്തി നന്മകളോട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ചേർത്ത് വെച്ച് നന്മകളുടെ അനുഭൂതികളിൽ, ആനന്ദത്തിൽ നമ്മളെല്ലാവരും സന്തുഷ്ടരായി സായുജ്യമടഞ്ഞ നാളുകളായിരുന്നു അത്. പരിശുദ്ധമായ റമദാൻ എന്നത് ഒരു വേനൽ മഴ പോലെയാണ്. അത് പെയ്തിറങ്ങുന്നത് മനുഷ്യൻ്റെ വരണ്ട മനസ്സുകളിലേക്കാണ്. വരണ്ട ഭൂമിയെ എങ്ങനെയാണോ വേനൽ മഴ ആർദ്രമാക്കുന്നത്, ഫലഭൂയിഷ്ടമാക്കുന്നത്, അതുപോലെ പരിശുദ്ധമായ റമദാൻ, അതിൻ്റെ അർത്ഥവും അങ്ങനെ തന്നെയാണ്. വേനൽ മഴ നമുക്കറിയാം, ഹൃദയങ്ങളെ നിർമ്മലമാക്കുകയും ഈമാനുള്ളതാക്കി മാറ്റുകയും ചെയ്തതിൻ്റെ ഫലമായി പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ തേൻ തുള്ളികൾ നമ്മുടെ മനസ്സുകളിലേക്ക് പെയ്തിറങ്ങിയതിന് ഫലമായി നമ്മുടെ മനസ്സുകളെല്ലാം വളരെ ആർദ്രമായിരുന്നു. ശരീരം സൽക്കർമ്മങ്ങൾ കൊണ്ട് പൂത്തുലഞ്ഞു നിന്നു. മനസ്സ് അതിന് എന്തുകൊണ്ടും പാകപ്പെട്ട മണ്ണായി വർത്തിച്ചു. അങ്ങനെ നിലകൊണ്ട പരിശുദ്ധമായ ഒരു പൂവാടി, ഒരു പുഷ്പവാടി, അതിൽ നമ്മൾ ഓരോരുത്തരും അഭിരമിച്ചു കഴിഞ്ഞതിന് ശേഷം ഇന്ന് വീണ്ടും നാം റമദാനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ റമദാനിൽ നാം ചേർന്ന് നിന്ന, നമ്മെ ചേർത്ത് നിർത്തിയ നന്മകളോട് അകലം പാലിക്കാനാണ് നാം തീരുമാനിച്ചതെങ്കിൽ, അവകളിൽ നിന്ന് നാം വിട പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഹൃദയം പഴയതുപോലെ വരണ്ട ഭൂമി പോലെ അതിന് സമാനമായി മാറും എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ നമുക്ക് നേടിത്തന്ന ഉത്തമമായ നന്മകളെ ഒരു ശതമാനം പോലും കൈവിടാതെ മുറുകെ പിടിച്ചു പോകുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ റമദാൻ കൊണ്ട് വിജയിച്ചവരായി മാറുകയുള്ളൂ. റമദാനിൽ മാത്രമായി ഒരു നന്മയുമില്ല. മനുഷ്യൻ എപ്പോഴും
അവൻ്റെ ഹൃദയം കൊണ്ട് അള്ളാഹുവിലേക്ക് ആർദ്രതയുള്ളവനായി മാറുകയും നന്മകളെ ഏറ്റുവാങ്ങാൻ അവൻ്റെ മനസ്സിൻ്റെ മണ്ണിനെ, നനുത്ത മണ്ണിനെ പാകപ്പെടുത്തുകയും ചെയ്ത് എപ്പോഴും നന്മകൾക്ക് വളക്കൂറുള്ളതാക്കി മനസ്സിനെ നിലനിർത്തി പോകുന്നതിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ വിജയിക്കേണ്ടത്. അല്ലാതെ വല്ലപ്പോഴുമുള്ള താൽക്കാലികമായ ചില നന്മ പരിപാടികളിൽ ഒരഭിനേതാവിനെ പോലെ ഇടപെടുന്നത് കൊണ്ടൊന്നും ഈ ലോകത്ത് നമുക്ക് എന്തെങ്കിലും നന്മ വരുമെന്ന് നമ്മോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടുന്ന സമയമാണിത്. പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ ഈ സമയത്തൊക്കെ പള്ളിയിൽ കാലുകുത്താനിടയില്ലാത്ത വിധം ജനനിബിഡമായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ പള്ളിയിലെ ദൃശ്യം തന്നെ നമ്മളോട് ബോധ്യപ്പെടുത്തുന്നു. റമദാൻ കഴിഞ്ഞതോടുകൂടി റമദാൻ്റെ ഏതോ ചില ബാധ്യതകളെ, ഭാരങ്ങളെ നമ്മളെല്ലാവരും പെയ്തൊഴിഞ്ഞതുപോലെ റമദാനിൻ്റെ ആ മഹാബാധ്യതകളിൽ നിന്ന് നമ്മൾ എങ്ങനെയോ മുക്തരായ പോലെ നമ്മുടെ പള്ളികൾ കാലിയാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ പോലും പ്രകടമാകുന്നുവോ എന്ന് സംശയിക്കുകയാണ്. സഹോദരങ്ങളെ, വളരെ കൃത്യമായി പറയട്ടെ, പരിശുദ്ധമായ ഇസ്ലാമിന് ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ നാം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ ഇസ്ലാം നമുക്ക് യാതൊന്നും നേടിത്തരികയില്ല എന്ന് നാം ഗൗരവത്തിൽ ആലോചിച്ചു കൊള്ളണം. നമ്മുടെ മനസ്സുകൾക്കടുത്തു പോകാതെ നിരന്തരമായി നമ്മുടെ ഹൃദയങ്ങൾക്ക് ഈമാനിൻ്റെ ചാർജുള്ളതായി മാറാൻ ആവശ്യമായ വിധത്തിൽ നമ്മൾ നന്മകളുടെ ആ കൈവഴികളോട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ചേർത്ത് പിടിക്കണം. കുറേ നന്മകൾ റമദാനിൽ ചെയ്തതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നാം കാത്തിരുന്നിട്ട് കാര്യമില്ല. നന്മകളോടുള്ള നിരന്തര സമ്പർക്കത്തിൻ്റെ പേരിൽ മാത്രമാണ് ഈമാനികമായ വാഗ്ദാനങ്ങളെല്ലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും വലിയ മൂല്യങ്ങളിലൊന്നാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്, അഥവാ സ്ഥൈര്യം. ഒരു മനുഷ്യന് തൻ്റെ നിലപാടുകളിൽ, തൻ്റെ ആദർശത്തിൽ, തൻ്റെ നന്മ പ്രവർത്തനങ്ങളിൽ ഒരു സ്ഥിരതയുണ്ടാവുക, സ്ഥൈര്യമുണ്ടാവുക എന്നത് ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക നന്മയാണ്. സ്ഥൈര്യം എന്നതുകൊണ്ടാണ് ഇസ്ലാം ഈ ലോകത്ത് അതിൻ്റെ എല്ലാ വെന്നിക്കൊടികളും പാറിച്ചത്. അതിൻ്റെ ലക്ഷ്യങ്ങളിൽ മുഴുവൻ ഇസ്ലാം വിജയിച്ചത് സ്ഥൈര്യം പ്രദർശിപ്പിച്ചിടത്താണ്. എവിടെ നമുക്ക് സ്ഥൈര്യമില്ലാതാകുന്നുവോ അവിടെ നമുക്ക് ഇസ്ലാം ഇല്ലാതാവുകയാണ്. നാം ഇസ്ലാമിൽ നിന്ന് അകലേക്ക് ഊരിത്തെറിച്ചു പോവുകയാണ്. സ്ഥൈര്യം അത്രമേൽ പ്രധാനമാണ്. നിലപാടിലും ആശയത്തിലും നമ്മൾ ഉറച്ചു നിൽക്കുന്നതിൻ്റെ പേരാണ് സ്ഥൈര്യം. അതേത് പ്രതിസന്ധികളിലും വേണം. ഉണ്ടാവുകയില്ല എന്ന് നമ്മോടൊരു ഉറപ്പും ആരും തന്നിട്ടില്ല, പ്രത്യേകിച്ചും അള്ളാഹു തന്നിട്ടില്ല. പ്രതിസന്ധികൾ വരിക തന്നെ ചെയ്യും, തേടിയെത്തുക തന്നെ ചെയ്യും. പക്ഷേ പാറ പോലെ പതറാതെ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി തന്നെയാണ് ആ പ്രതിസന്ധികൾ നമ്മെ തേടി വരിക. അത് അള്ളാഹുവിന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിലെ ഏറ്റവും വലിയ ഒരു നന്മയെ ഇസ്തിഖാമത്ത് അഥവാ സ്ഥൈര്യം എന്നാണ് പറയുക. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അള്ളാഹു പറയാ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണ് എന്ന് പറഞ്ഞവർ, ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് ഉറക്കെ പറഞ്ഞവർ. പിന്നെ അള്ളാഹു പറയുന്നു, സുമ്മസ്തഖാമു, പിന്നീട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തവർ, ഉറച്ചു നിന്നവർ. പറഞ്ഞവരല്ല, പറഞ്ഞവർക്ക് വേണ്ടി അള്ളാഹു ഒന്നും തരുന്നില്ല, ഒരു ഓഫറും നൽകുന്നില്ല, ഒരു പ്രോമിസുമില്ല. പറഞ്ഞിട്ട് പിന്നീട് ഇസ്തഖാമു, അവർ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ തതനസ്സലു അലൈഹിമുൽ മലായിക,
അവരുടെ മേൽ ആകാശത്തു നിന്ന് അല്ലാഹുവിൻ്റെ മലക്കുകൾ പറന്നിറങ്ങും. എപ്പോഴാ? മരിക്കുമ്പോൾ മലക്കുകൾ വരും നമ്മെ തേടി. അപ്പം ഏതുവരെയാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്? മരണം വരെയാണ്. മരണം വരെ എൻ്റെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പറഞ്ഞ ആ തത്വത്തിൽ, നിലപാടിൽ ഉറച്ചു നിന്ന് രക്ഷിതാവായ അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ഒരാൾ പ്രവർത്തിച്ചാൽ ഈ ലോക ജീവിതത്തിൻ്റെ പരിസമാപ്തിയിൽ അതിൻ്റെ സമ്മാനമായി ആകാശത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അള്ളാഹുവിൻ്റെ ഉദ്യോഗസ്ഥന്മാരായ മലായിക്കത്തുകൾ പറന്നു വരും അവൻ്റെ നേരെ. ആ ദൃശ്യങ്ങൾ അവൻ്റെ കൺമുമ്പിൽ അവൻ കാണും. തതനസ്സലു അലൈഹിമുൽ മലായിക. എന്നിട്ടവർ പറയുമത്രേ, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന്. വലാ തഹ്സനു, നിങ്ങൾ ഖേദിക്കേണ്ടതും ഇല്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുന്തും തൂഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ കാണുന്ന സ്വർഗം കണ്ടോ, ഇതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുന്നത് മരണവേളയിൽ പറയപ്പെടും മലക്കുകൾ വന്നുകൊണ്ട്. അപ്പോൾ അവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ മറകൾ നീക്കം ചെയ്യപ്പെട്ടു. പിന്നെ കണ്ണിന് മറയില്ല. മലക്കുകൾ ദൃശ്യമായി, സ്വർഗം അവൻ്റെ മുമ്പിൽ ദൃശ്യമായി. ആ ഒരു സ്ഥിതിയിലേക്ക് അവൻ്റെ മനസ്സിനെ പാവനപ്പെടുത്താൻ ഈ ലോകത്ത് ഈമാൻ ഉണ്ടെന്നൊരു വാക്ക് പറഞ്ഞത് കൊണ്ടായില്ല. സുമ്മസ്തഖാമു, അതിലവൻ ഉറച്ചു നിൽക്കുകയും വേണം. അപ്പം ഈമാനിലുള്ള ഉറച്ചു നിൽപ്പും. ഈമാനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് റമദാൻ നമ്മളെ പരിശീലിപ്പിച്ചത്. ഈമാൻ പറഞ്ഞ് വെറുതെ മാറി നടക്കാനല്ല. ഈമാനിൽ ഉറച്ചു നിൽക്കേണ്ടതെങ്ങനെ? നോമ്പ് വെച്ചുകൊണ്ട് പകലന്തിയോളം പട്ടിണി ഇരുന്നു കൊണ്ടാണോ ഉറച്ചു നിൽക്കേണ്ടത്? അങ്ങനെയെങ്കിൽ അങ്ങനെ. രാത്രികളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നീണ്ട നമസ്കാരത്തിൽ ഏർപ്പെട്ട് ശരീരം തളർന്നുകൊണ്ടാണോ ഉറച്ചു നിൽക്കേണ്ടത്? അങ്ങനെയെങ്കിൽ അങ്ങനെ. ഉറക്കം വലിച്ചെറിഞ്ഞുകൊണ്ട് പാതിരാവിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഖിയാമുൽ ലൈലിന് വേണ്ടി, തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നത് കൊണ്ടാണോ എനിക്ക് ഈമാനിൽ ഉറപ്പുണ്ടാകുന്നത്? അങ്ങനെയെങ്കിൽ അങ്ങനെ. അങ്ങനെ നമ്മൾ ശീലിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഈമാനിൽ ഉറച്ചു നിൽക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉറച്ചു നിന്നവർ ആ വഴി തന്നെ പോകുമെങ്കിൽ അതെവിടെയും നിർത്തിവെക്കുന്നില്ല. അങ്ങനെ പോകുമെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ ജാലകത്തിന് മുമ്പിൽ ആഖിറത്തിൻ്റെ ദൃശ്യങ്ങൾ തെളിയും. അവൻ്റെ ശരീരത്തിൽ നിന്ന് അനന്തതകളിലേക്ക് ഉറ്റുനോക്കാൻ പാകതയുള്ള അവൻ്റെ മനസ്സിൻ്റെ കണ്ണുണ്ടല്ലോ, അകക്കണ്ണ്. അതാണ് യഥാർത്ഥ കണ്ണ്. ഈ ലോകത്തെ ബാഹ്യ ചക്ഷുസുകളല്ല. ആ കണ്ണുകളെക്കാൾ വലിയ കാഴ്ചയുള്ള മനസ്സിൻ്റെ കണ്ണുണ്ട്. ആ മനസ്സിൻ്റെ കണ്ണിനെ അല്ലാഹു തആല, അതിൻ്റെ കാഴ്ചയെ ഈ ലോകത്ത് അല്ലാഹു നമ്മുടെ ശരീരത്തിൻ്റെ ഈ ബാഹ്യ മാംസ ഇതുകൊണ്ട് അല്ലാഹു മറച്ചു വെച്ചതാ. നമ്മുടെ കണ്ണുകൾക്ക് അപാരമായ കാഴ്ചയുണ്ട്. ഞാൻ പറഞ്ഞു, നാളെ നമ്മോട് പറയപ്പെടുന്നത് വലഖദ് കശഫ്നാ അൻക ഗിതാഅക, നിങ്ങളുടെ കാഴ്ചയുടെ മൂടി നാം നീക്കിയിരിക്കുന്നു. ഗിതാ, അതിൻ്റെ മൂടി നാം നീക്കിയിരിക്കുന്നു. ഫബസറുക്കൽ യൗമ ഹദീദ്, ഇന്ന് നിന്റെ കാഴ്ചയ്ക്ക് മൂർച്ചയുണ്ട് എന്ന് പറയപ്പെടുന്ന ആ കാഴ്ചകളിലേക്ക് ശരീരത്തിൻ്റെ തടസ്സം മാറി നമ്മുടെ യഥാർത്ഥ ആത്മാവിൻ്റെ കാഴ്ച അതിരുകളില്ലാത്ത ലോകത്തേക്ക് തുറക്കപ്പെടും. സ്വർഗത്തിലെത്തുമ്പോൾ 2000 വർഷം അകലേക്കാണ് ഒരൊറ്റ നോട്ടത്തിൽ വളരെ ശീഘ്ര വേഗതയുള്ള ഒരു വാഹനം, ഒരു കുതിര പാഞ്ഞാൽ 2000 വർഷം പാഞ്ഞാൽ എവിടെ എത്തിച്ചേരുമോ അത്രയും ദൂരേക്ക് ഒറ്റ നോട്ടം കൊണ്ട് ഒരു സ്വർഗവാസി എത്തുമെന്ന്. ഒരു നോട്ടം എത്തുന്നത് അത്രയും ദൂരത്താകുമെന്ന്. അത്രയും വലിയ കാഴ്ചയുടെ ഉടമയാണ് നമ്മൾ. അത്ര വലിയ കാഴ്ച നമ്മുടെ മനസ്സിനുണ്ട്. ആ കണ്ണുകൊണ്ട് നമ്മുടെ മുമ്പിൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് വേർപെടുന്നതോടുകൂടി സ്വർഗം കണ്ട് മലക്കുകളെ കണ്ടുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ പോകുന്ന ലോകത്തെക്കുറിച്ച്. നിങ്ങൾ ഖേദിക്കേണ്ടതില്ല നിങ്ങൾ വിട്ടും വെച്ചും വരുന്ന ലോകത്തെക്കുറിച്ച്. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുന്തും തൂഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ സ്വർഗത്തെക്കുറിച്ചോർത്ത് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് നമ്മോട് പറയപ്പെടും. എപ്പോഴാ? അവിടം വരെയാണ് നമ്മുടെ കർമ്മങ്ങൾ, വിരാമമില്ലാത്ത കർമ്മങ്ങൾ, അവിരാമമായ കർമ്മങ്ങൾ. സത്യവിശ്വാസിയുടെ ജീവിതം നിറത്തില്ലാത്ത അവിരാമമായ കർമ്മങ്ങളാണ്. അങ്ങനെയുള്ള ഒരു നന്മ മരത്തിൻ്റെ പേരാണ് വിശ്വാസി. ഓർമ്മ വേണം നമുക്ക്. നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറേ നാൾ നന്മകളുടെ രൂപത്തിൽ കാട്ടിക്കൂട്ടിയിട്ട്
അള്ളാഹുവിൻ്റെ അനുകൂല തീരുമാനം കാത്തിരിക്കുകയും നന്മകളുമായുള്ള ആ ബന്ധത്തിൻ്റെ കണ്ണി നമ്മൾ മുറിച്ചു കളയുകയും ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ അള്ളാഹുവിൽ നിന്ന് വാഗ്ദാനമില്ല. മസലു കലിമത്തിൻ കശജറത്തിൻ തയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തും വഫറുഹാ ഫിസ്സമാ. പരിശുദ്ധമായ ഈമാൻ്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് കശജറത്തിൻ തയ്യിബ, അതൊരു വിശുദ്ധ മരം പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ, അതിൻ്റെ അടിവേര് ഭൂമിയിൽ ആണ്ടിറങ്ങിയിരിക്കുകയാണ്. വഫറുഹാ ഫിസ്സമാ, അതിൻ്റെ ചില്ലകൾ ആകാശത്ത് പടർന്നു നിൽക്കുകയുമാണ്. അങ്ങനെയാണ് കലിമ. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ആ വിശ്വാസദാർഢ്യം ആണ്ടിറങ്ങിയാൽ അതിൻ്റെ ചില്ലകൾ ആകാശത്തേക്ക് പടർന്നു നിൽക്കും. നന്മകൾ പടർത്തി നിൽക്കുന്ന ആകാശത്തേക്ക് നന്മകളുടെ ചില്ല പടർത്തി നിൽക്കുന്ന ഒരു വൻമരം, നന്മ മരത്തിൻ്റെ പേരാണ് മുഅ്മിൻ. ഒരിക്കലും അവനിൽ നിന്ന്, അവൻ്റെ നാവിൽ നിന്ന്, അവൻ്റെ നോക്കിൽ നിന്ന്, അവൻ്റെ വാക്കിൽ നിന്ന്, അവൻ്റെ നീക്കങ്ങളിൽ നിന്ന് എവിടെയും നന്മ ഒഴിയുന്നില്ല. നന്മ വിട്ടുപോകുന്ന പ്രശ്നമില്ല. നീതിബോധം നഷ്ടപ്പെടുന്നില്ല, സത്യം നഷ്ടപ്പെടുന്നില്ല, ധർമ്മം നഷ്ടപ്പെടുന്നില്ല, ശ്ലീലം നഷ്ടപ്പെടുന്നില്ല. ഒരു മുഅ്മിനിന് ഒരിക്കലും ഇത് നഷ്ടം വരില്ല. അതാണ് മസലു കലിമത്തുൻ തയ്യിബ കശജറത്തിൻ തയ്യിബ. അത് അടിയിലേക്ക്, മനസ്സിൻ്റെ അടികളിലേക്ക് ആഴത്തിൽ വേര് പടർത്തി നിൽക്കുന്ന ഒരു മരമാണ്. ആ ഉള്ളിലിറങ്ങിയ ഈമാൻ ഉള്ളിലിറങ്ങുക വലിയ കാര്യമാണ് സഹോദരങ്ങളെ. അതാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും ഈമാൻ ഉള്ളിലിറങ്ങിയത് കൊണ്ടാണ് ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയയുടെ 3 മക്കൾ ഈ കഴിഞ്ഞ ദിവസം 3 ആൺമക്കൾ കൊല്ലപ്പെട്ടപ്പോൾ പത്രക്കാരെ അഭിമുഖീകരിച്ച ആ മനുഷ്യൻ്റെ ദൃശ്യം ലോകത്തെ ഞെട്ടിപ്പിച്ചു. അദ്ദേഹം പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, അതിനുവേണ്ടിയല്ലേ ഞാൻ ആ മക്കളെ വളർത്തിക്കൊണ്ടുവന്നതെന്ന്. 3 ആൺമക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈമാൻ ഉള്ളിലിറങ്ങിയാൽ അതിൻ്റെ പേരിൽ കരയുകയോ പോരാട്ടം പോലും നിർത്തിവെക്കുകയോ ചെയ്യത്തില്ല. അധർമ്മത്തിൻ്റെ, അക്രമത്തിൻ്റെ ശക്തികൾക്കെതിരിലുള്ള പോരാട്ടം, ഒടുവിൽ തുലയാനുള്ള ശക്തികൾക്ക് വേണ്ടി ഒരുപക്ഷെ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ നീണ്ടു നിൽക്കുന്ന പോരാട്ടം. അതെന്തേ പെട്ടെന്നാകുന്നില്ല എന്ന് നമ്മളാരും വിചാരിക്കണ്ട. പ്രതിസന്ധികൾ നമ്മെ, പരീക്ഷണങ്ങൾ തേടിയെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ പെട്ടെന്നാകട്ടെ. അള്ളാഹു അങ്ങനെയല്ല, നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു താല അതിന് ഉത്തരം പറയുന്നത് ഇന്ന യൗമൻ ഇൻദ റബ്ബിക കൽഫി സനത്തിൻ മിമ്മാ തഅദൂൻ. നിങ്ങൾ എണ്ണുന്ന ഒരു ദിവസമെന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ദിവസമെന്ന് പറയുന്നത് നിങ്ങൾ എണ്ണുന്ന 1000 മാസമാണ്. നിങ്ങൾ എണ്ണുന്ന 1000 മാസം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ദിവസമാണ്. തീരുമാനത്തിന് വേണ്ടി നിങ്ങൾ എണ്ണുന്ന 1000 മാസം ഒരുപക്ഷേ കാത്തിരിക്കേണ്ടി വരും. അത് അള്ളാഹുവിൻ്റെ ഒരു ദിവസമാണ്. അള്ളാഹുവിൻ്റെ വിശാലമായ കാലക്രമത്തിലെ ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാനാവില്ലെങ്കിൽ, നമുക്കൊരു 10 20 ഒരു തലമുറയ്ക്ക് വേണ്ടി, ഒരു ജനറേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാനാവുന്നില്ലെങ്കിൽ നമ്മളൊക്കെ പതറിപ്പോവുക തന്നെ ചെയ്യും. നന്മകൾ ഇട്ടെറിഞ്ഞ് നമ്മൾ നമ്മുടേതായ വഴികളിലൂടെ വഴിമാറി നടക്കും. ഒരിക്കലും അള്ളാഹുവിൻ്റെ സഹായം നമ്മെ തേടിയെത്തില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തെക്കുറിച്ച് അള്ളാഹു എത്ര പ്രാവശ്യം എടുത്തു പറഞ്ഞു. എന്തിനാണ് അള്ളാഹ് പറഞ്ഞത്? 1000 വർഷത്തെ അധ്വാനത്തിന് ശേഷം സ്വന്തം മകനും ഭാര്യയും എതിരായ ഒരു മനുഷ്യൻ്റെ ചരിത്രം, ഒരു അധ്യായം തന്നെ ആ പ്രവാചകന്റെ പേരിട്ടുകൊണ്ട് സൂറത്തു നൂഹ് എന്ന് പറഞ്ഞ്. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? നിരാശനായ അദ്ദേഹം പറഞ്ഞു പോൽ റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. അല്ലാഹുവേ, നിഷേധികളുടെ ഒരു ഭവന സമുച്ചയവും നീ ഇനി ബാക്കി വെച്ചേക്കരുത്. ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. അല്ലാഹുവേ, ഇനിയും നീ അവരെ ജീവിക്കാൻ വിട്ടാൽ അവർ നിന്റെ ദാസന്മാരെ വഴിപിഴപ്പിക്കും. അവരിൽ നിന്ന് തെമ്മാടികൾക്ക് മാത്രമേ അവർ ജന്മം നൽകുകയുള്ളൂ. അതുകൊണ്ട് ഇനിയും അവരെ ജീവിക്കാൻ വിടരുത് എന്ന് നൂഹ് നബി പറഞ്ഞു. 1000 കൊല്ലത്തെ പണിക്കിടയിൽ 85 അനുയായികളെ മാത്രം കിട്ടിയ ഭാര്യയും മകനും എതിരായി പോയ ഒരു നബിയുടെ കഥ പറയുന്നത് എന്തിനാ? മുസ്ലിം സമുദായം നിലപാടുകളിൽ, തത്വങ്ങളിൽ ഉറച്ചു നിന്ന് അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി എത്ര കാലം നിൽക്കണമെന്നുള്ളതിൻ്റെ ഉദാഹരണം പറയാനാണ് അള്ളാഹു നൂഹ് നബിയുടെയും നബിമാരുടെയും കഥകൾ പറയണത്. ഇക്കഥയല്ലാതെ വല്ലതും പറയാനുണ്ടോ അള്ളാഹുവിന്? എന്തിനാ ഇത് പറയണേ? ഈ ഓരോ നബിമാരും എത്ര സഹിച്ചു, എത്ര അവർ ഉറച്ചു നിന്നു, എത്ര നൂറ്റാണ്ടുകൾ അവർ ഉറച്ചു നിന്നു. അവരോടൊപ്പം ഉണ്ടാകേണ്ടവരുണ്ടായില്ലല്ലോ, ഇട്ടെറിഞ്ഞ് പോയില്ലേ. പക്ഷെ ആരാണ് ജയിച്ചത്? അള്ളാഹു പറയുന്നു ഖുർആനിൽ, അത് സവിസ്തരം പറയുന്നുണ്ട്. അവസാനം
അല്ലാഹു തആല ആ ജനതയെ അവരെല്ലാവരും പ്രളയത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഈ ലോകത്ത് മുങ്ങി നശിച്ചില്ലേ? ഒരു പ്രബോധകൻ, ഒരു മുഅ്മിൻ പ്രതിസന്ധികളുടെ മുമ്പിൽ തൻ്റെ ആദർശ നിലപാടുകൾക്ക് വേണ്ടി എത്ര നീണ്ടകാലം പൊരുതി നിൽക്കുമോ അതിനനുസരിച്ച് പ്രതിയോഗികളെ സംബന്ധിച്ചുള്ള അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അള്ളാഹു കൈക്കൊള്ളും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അസ്വസ്ഥതകൾ, അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനെ വലിച്ചെറിയുന്നവനല്ല നമ്മൾ. നമ്മുടെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുന്ന ഈമാൻ വല്ലാത്തൊരു ഈമാനാണ്, ഉള്ളിലിറങ്ങിയ ഈമാനാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, പരിശുദ്ധമായ റമദാനിൽ നമ്മൾ എന്തൊക്കെ നന്മ ചെയ്തു. എന്തോ ഒരല്പം തുള്ളി വെള്ളം, ഒളുവിൻ്റെ വെള്ളം തൊണ്ടയുടെ അകത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ ആഴത്തിലിറങ്ങിയ ഒരു ഈമാൻ ഉണ്ടായിരുന്നില്ലേ? രാത്രികളിൽ സുബഹി നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് 12 മണിക്ക് ഉറങ്ങിയിട്ട് 3 മണിക്ക് അലാറം വെച്ചെഴുന്നേൽക്കുമ്പോൾ ആർക്കും തികയാത്ത 3 മണിക്കൂർ ഉറക്കത്തെ ഏറ്റവും പ്രിയങ്കരമായ സമയത്തെ ആ ഉറക്കത്തെ മാറ്റിവെച്ചപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു ഈമാൻ വേരൂന്നിയിട്ടുണ്ടായിരുന്നു. അതിനെ നാം പറിച്ചെറിയരുത്. നാം അറിയാതെ ഉള്ളിലിറങ്ങുന്നൊരു സാധനമാണത്. എന്നാൽ വമസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസത്തിൻ ഉജ്തുസത് ഫിൽ അർളി മാലഹാ മിൻ ഖറാർ. എന്നാൽ ശരിയായ വചനമല്ലാത്ത, ഉറപ്പില്ലാത്ത വചനത്തിൻ്റെ അർത്ഥം മസലു കലിമത്തിൻ ഖബീസ, കലിമയ്ക്ക് വിരുദ്ധമായ, ഏകദൈവ ആദർശത്തിന് വിരുദ്ധമായ വചനം എങ്ങനെയെന്നറിയോ? കശജറത്തിൻ ഖബീസ, ഒരു കെട്ടമരം പോലെയാ. ഉജുത്തുസത് ഫിൽ അർളി, അത് ഭൂമിയിൽ അതിന് വേര് ഉറപ്പില്ലാതെ അതിങ്ങനെ പൂതലിച്ചു നിൽക്കുകയാണ്. മാലഹാ മിൻ ഖറാർ, ഉറപ്പില്ലാത്ത ഈമാനും ഉറപ്പുള്ള ഈമാനും രണ്ടുണ്ട്. ഉറപ്പുള്ള ഈമാന് മാത്രമാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ. ഉറപ്പില്ലാത്ത ഈമാന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വാഗ്ദാനങ്ങൾക്ക് പകരം, അനുകൂല വാഗ്ദാനങ്ങൾക്ക് പകരം ശിക്ഷാ വാഗ്ദാനങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, റമദാൻ പിന്നിട്ടു. വീണ്ടും ഒരു വെള്ളിയാഴ്ചയിൽ എത്തിച്ചേർന്നപ്പോൾ റമദാനിൽ നാം നേടിയെടുത്ത ഊർജത്തിൻ്റെ ഈമാനികമായ നമ്മുടെ ചാർജ് ചോർന്നു പോയോ? പെരുന്നാൾ കഴിഞ്ഞപ്പോൾ ഓർത്തു നോക്കുക. പെരുന്നാൾ കഴിഞ്ഞപ്പോൾ റമദാനിൽ ചെയ്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? നമസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിക്കാൻ, ഷവ്വാലിൻ്റെ ഒരു നോമ്പെങ്കിലും വെക്കണമെന്ന്, പരിശുദ്ധ ഖുർആനൊന്ന് കയ്യിലെടുക്കാൻ, യഥാർത്ഥത്തിൽ ഉറപ്പില്ലാത്ത വിശ്വാസവും കൊണ്ട് ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായി നാം എന്തെങ്കിലും കാട്ടിക്കൂട്ടിയത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ഈമാനോടുകൂടി നമ്മൾ ഉറച്ചു നിൽക്കണം. എൻ്റെ റസൂല് ലോക ചരിത്രത്തിൽ അത്ഭുതം കാട്ടിയത് മുഴുവൻ ഉറച്ചു നിന്നതുകൊണ്ടാണ്. ഇസ്ലാമിക സമൂഹം ലോക ചരിത്രത്തിൽ വിജയിച്ചതെല്ലാം ഉറച്ചു നിന്നതുകൊണ്ടാണ്. ഉറച്ചു നിൽക്കുക എന്നതിന് ലോകത്ത് ഇസ്ലാമിക സമൂഹത്തെ പോലെ വേറൊരു മാതൃകയില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഫലസ്തീനിലും മറ്റ് ലോകത്തിൻ്റെ പല കോണുകളിലും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ലോകശക്തികൾ അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും നശിച്ചുകൊണ്ട്, മരിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ, ലോകത്ത് ഇസ്ലാമിക സമൂഹത്തെ അല്ലാതെ ആരെയാ കാണാൻ പറ്റുക? അതാണ് മസലു കലിമത്തുൻ ത്വയ്യിബ. പക്ഷെ അതൊന്നും ഒരു വേള നമുക്ക് മനസ്സിലായെന്ന് വരില്ല. കാരണം ശരിയായ ഈമാൻ, പരിശുദ്ധമായ ഖുർആൻ ഒരു പേമാരി പോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് പെയ്തിറങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു ഈമാനുണ്ട്. അതാണ് നമ്മുടെ മനസ്സിൻ്റെ മണ്ണിനെ നനയ്ക്കേണ്ട ഈമാൻ. എത്ര ഫലഭൂയിഷ്ടമായ മണ്ണാണെങ്കിലും മഴ പെയ്തില്ലെങ്കിൽ അത് വരണ്ടുണങ്ങിപ്പോകും. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അത് പറയുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നില്ല. ഇത് പറഞ്ഞതിൻ്റെ പുറകെ അള്ളാഹു താല പറയുന്നുണ്ട്, അള്ളാഹു താല മനുഷ്യൻ്റെ മനസ്സുകളെ വരണ്ട ഭൂമിയെപ്പോലെയാണ്, വരണ്ട ഭൂമിയെപ്പോലെ മഴ പെയ്യിച്ച് തളിർപ്പിക്കുകയാണ്. ഏതാണ് ആ മഴ? പരിശുദ്ധ ഖുർആൻ്റെ മഴ, ഖുർആനിൻ്റെ ആയാത്തുകളുടെ മഴ, ഖുർആൻ പഠിപ്പിക്കുന്ന ചരിത്ര പാഠങ്ങളുടെ പേമാരി പെയ്യിച്ച് നമ്മുടെ മനസ്സിനെ ഉണർത്തുകയാണ്. പക്ഷേ ഖുർആനിൽ നിന്ന് നാം ഇനി റമദാന് ശേഷം അകന്നു പോയാൽ, ഖുർആനിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് നാം പുറകോട്ട് പോയാൽ, ഖുർആന്റെ പാരായണത്തിൽ നാം അകന്നു പോയാൽ നമുക്കൊരിക്കലും ഇസ്തിഖാമത്തോടുകൂടി മരണത്തെ സ്വാഗതം ചെയ്യാനാവുകയില്ല എന്ന് ഓർക്കണം. അതുകൊണ്ട് മരണം വരെയും നീണ്ടു നിൽക്കുന്ന ഒരു ഈമാൻ, അതിനുവേണ്ടി ആയിരിക്കട്ടെ നമ്മുടെ ശ്രമമെന്ന് ഞാൻ ഈ സന്ദർഭത്തോടനുബന്ധിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടതാണ്, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം, ഒരു മൂല്യത്തിൻ്റെ പേരാണ് ഇസ്തിഖാമത്ത്. തത്വത്തിൽ, ആദർശത്തിൽ ഉറച്ചു നിൽക്കുക എന്ന നിലപാട്. അതുകൊണ്ടല്ലാതെ
മറ്റൊന്നുകൊണ്ടും അള്ളാഹു ഒരു വാഗ്ദാനവും ആർക്കും നൽകിയിട്ടില്ല എന്ന കാര്യം നാം മറക്കരുത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ സവിശേഷത സ്ഥൈര്യമായിരുന്നു എന്ന് റസൂലിനെ പഠിച്ചവർ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവൻ്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊന്ന് കാണണമെങ്കിൽ ആരാ? വള്ളത്തോൾ പറഞ്ഞതാണ്. ലോകത്തെ എല്ലാ മഹാന്മാരുടെയും ഗുണങ്ങൾ എൻ്റെ വിശ്വഗുരുവിൽ അഥവാ ഗാന്ധിജിയിൽ ഒത്തുചേർന്നിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ചെല്ലുവിൻ ഭവാന്മാരൻ ഗുരുവിൻ നികടത്തിൽ, അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ എന്ന് ഗാന്ധിജിയെക്കുറിച്ച്, നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് പറയുമ്പോൾ ലോകം ദർശിച്ച മഹാന്മാരുടെ വിശേഷ ഗുണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് അദ്ദേഹം എടുത്തു പറയുമ്പോൾ പറയുകയാണ്, മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥൈര്യവും. സത്യത്തിലുള്ള ഉറച്ചു നിൽപ്പാണ് മുഹമ്മദ് മുസ്തഫയെ വിജയിപ്പിച്ചത്. ലോകചരിത്രത്തിൽ മറ്റാർക്കും സൃഷ്ടിക്കാൻ കഴിയാത്ത വിപ്ലവത്തിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആദർശത്തെ കൊണ്ടെത്തിച്ചത് ഈ സ്ഥൈര്യം കൊണ്ടാണ്. എവിടെയെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായികൾ വിരണ്ടോടി, ഉഹദിൽ അവർ വിരണ്ടോടിയില്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴും യുദ്ധക്കളത്തിൻ്റെ നടുവിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയായിരുന്നില്ലേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്ഥൈര്യമാണ്. ഹുനൈനിൽ 12,000 സൈന്യവുമായി പോയ അള്ളാഹുവിൻ്റെ റസൂൽ മക്ക വിജയത്തിന് ശേഷം 12,000 സൈന്യവുമായി പോയി. മലമടക്കുകളിൽ പാതിരാവിൻ്റെ പരപരാ വെളുത്തു വരുന്ന സമയത്ത് മലമടക്കുകളിൽ ഒളിച്ചിരുന്ന ശത്രു സൈന്യം പൊടുന്നനെ നടത്തിയ മിന്നലാക്രമണത്തിൽ പതറിപ്പോയ ഇസ്ലാമിക സൈന്യം അവിടെയും പതറി. പക്ഷെ മുഹമ്മദുർ റസൂലുള്ളാഹി യുദ്ധക്കളത്തിൽ ഉറച്ചു നിന്നു. അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ നബി തന്നെയാണ്, കള്ളനല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണെന്ന് ആർജവത്തോടെ പറഞ്ഞുകൊണ്ട് അനുയായികൾ പോലും പതറിപ്പോയ എത്ര യുദ്ധത്തിൻ്റെ രണാങ്കണങ്ങളിലാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ ഉറച്ചു നിന്ന്. ആ ഉറച്ചു നിൽപ്പില്ലെങ്കിൽ ഇന്ന് ഈ ഇസ്ലാമുണ്ടോ? ഇസ്തിഖാമത്ത് അത്രയും പ്രധാനമാണ് ഇസ്ലാമിന്. ഈ ലോകത്ത് സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് ഒരു നബിമാരെയും അള്ളാഹു പരീക്ഷിക്കാതിരുന്നിട്ടില്ല. അവർ സഹിച്ച പരീക്ഷണത്തിൻ്റെ 7 അയലത്തൂടി പോകാൻ പോലും നമുക്കാർക്കും കഴിയില്ല. എന്നിട്ടും നാം പരീക്ഷണങ്ങളുടെ പേരിൽ പതറുകയാണെങ്കിൽ, അനുകൂല സാഹചര്യങ്ങൾ നമ്മളെ വഴിമാറിപ്പോകുമ്പോൾ നമ്മളെല്ലാവരും പുറകോട്ട് പോവുകയാണെങ്കിൽ, പരിശുദ്ധമായ റമദാൻ നമുക്ക് നേടിത്തന്ന നന്മകളെ വലിച്ചെറിയാനാണ് നമ്മുടെ ഭാവമെങ്കിൽ, ഇല്ല, ഈ ഇസ്ലാം കൊണ്ട് ലോകത്ത് നമുക്കൊന്നും നേടാനാവില്ല. എന്നാൽ നമുക്ക് ഉറച്ചു നിൽക്കാമെങ്കിൽ ആ പരീക്ഷണമാണ് ഇന്നത്തെ മുസ്ലിം ലോകത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം. അള്ളാഹുവിൻ്റെ റസൂൽ ഉറച്ചു നിന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി ചോദിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ അംർ റളിയല്ലാഹു പറയുകയാണ്, അദ്ദേഹത്തോട്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലാ, ഇസ്ലാമിൽ എനിക്കൊരു വാക്കങ്ങ് പറഞ്ഞു തരണം, ഇസ്ലാമിക വിഷയത്തിൽ എനിക്ക് ഒരൊറ്റ വാക്കേ എന്നോട് പറയാവൂ. എന്നിട്ട് പറഞ്ഞു, ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക, മറ്റൊരാളോടും എനിക്കിനി അത് ചോദിക്കേണ്ടി വരരുത് എന്ന് പറഞ്ഞാൽ ഒരു ഖണ്ഡിതമായ ഒരു വചനം, ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ സഹായകമായ ഒരു വർത്തമാനം എനിക്ക് പറഞ്ഞു തരണം. സമഗ്രമായ ഒരു ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന വർത്തമാനം പറഞ്ഞു തരൂ നബിയെ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖുൽ ആമന്തു ബില്ലാ, നീ ആമന്തു ബില്ലാ എന്ന് പറയുക, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുക. സുമ്മസ്തഖിം, എന്നിട്ട് നീ അതിൽ ഉറച്ചു നിൽക്കുക, മറ്റൊന്നും വേണ്ട. ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് നീ അതിൽ നിന്ന് മാറിപ്പോകരുത്, ഉറച്ചു നിൽക്കുക. ഈ 2 വാക്കേ ഉള്ളൂ മുഴുവൻ ഇസ്ലാമിനെയും സമഗ്രമായി അള്ളാഹുവിൻ്റെ റസൂൽ അവതരിപ്പിച്ചപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന് ഈമാൻ, രണ്ടാമത് അതിലുള്ള ഇസ്തിഖാമത്ത്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ള ഇസ്തിഖാമത്ത് കൊണ്ടാണ് സർവ്വ വാഗ്ദാനങ്ങളും നമുക്ക് നൽകിയത്. ഇത് തന്നെയാണ് മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം നമുക്ക് നന്നായി അറിയാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ വഫാത്തായ സമയത്ത് ഇസ്ലാമിക സമൂഹം വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച സമയത്ത്, വലിയ പ്രതിസന്ധിയായിരുന്നു. പക്ഷേ ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അന്നെന്തായിരുന്നു സംഭവിച്ചത്? പല ആളുകളും ഇസ്ലാം വിട്ടുപോയി. റസൂലുള്ള പോയി, ഇനി ഇസ്ലാം മരിച്ചു, ഇസ്ലാമില്ലെന്നവർ കരുതി. റസൂലുള്ള മരിച്ചതുകൊണ്ട് മുർത്തദ്ദായി. അതിന് പലർക്കും പല കാരണങ്ങൾ. സക്കാത്ത് കൊടുക്കാൻ പലരും വിസമ്മതിച്ചു, അവർ ചിലരും നിഷേധിച്ചു. അങ്ങനെ
പല കാരണങ്ങളാൽ ഈ ഒരു സാഹചര്യത്തിൽ സക്കാത്ത് കൊടുക്കാത്ത ആളുകളോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉറച്ചു നിന്ന് പൊരുതി. ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാ, സക്കാത്തും നിസ്കാരവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് കരുതുന്ന ആരോടും ഞാൻ പൊരുതുമെന്ന് പറഞ്ഞു. അപ്പോൾ പല ആളുകളും പറഞ്ഞു, മുസ്ലിമീങ്ങളായ ആളുകളോട് ഖലീഫ അങ്ങ് പൊരുതാൻ ഒരുങ്ങുകയാണോ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹാനായ ആ ഖലീഫ ഉറച്ചു നിന്നു. എന്നിട്ട് ശക്തമായ നിലപാടെടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു പോലും പതറിപ്പോയ സമയം. ഇത് മാത്രമല്ല, വളരെ നിർണായകമായ സമയം, മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ നേതൃത്വത്തിൽ കള്ളപ്രവാചകൻ രംഗത്ത് വന്ന് മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന സമയം. അതുപോലെ തന്നെ യഹൂദി നസാറാക്കൾ മദീനയെ വളഞ്ഞാക്രമിക്കാൻ കാതോർത്തിരിക്കുന്ന സമയം. ഈ സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള ഉസാമത്ത് ബിൻ സെയ്ദിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യത്തെ യാത്രയാക്കുന്നത്. മദീനയുടെ പുറത്തു പോയി ഇസ്ലാമിക സൈന്യം യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ തയ്യാറാക്കിയിരുന്ന ഉസാമയുടെ സൈന്യം യുദ്ധത്തിന് പോവുകയാണ്. അബൂബക്കർ യുദ്ധത്തിന് അയക്കുകയാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ സൈന്യം മദീന വിട്ടുപോയാൽ മദീനയ്ക്ക് അപകടം വരുമെന്ന് പറഞ്ഞുകൊണ്ട് പലരും അതിനെ പിന്തിരിപ്പിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പാറ പോലെ ഉറച്ചു നിന്നു. ഉമർ റളിയല്ലാഹു അൻഹു പോലും അക്കൂട്ടത്തിൽ പറഞ്ഞു, ജനങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ജയ്ഷവും ഉസാമത്ത ജുന്ദുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സേനയാണ് ഉസാമയുടെ സൈന്യം. അറബികളാണെങ്കിൽ നമ്മളെ വളഞ്ഞിട്ടാക്രമിക്കാൻ കരുതിയിരിക്കുകയാ, അതുകൊണ്ട് അയക്കരുത് അബൂബക്കറെ എന്ന് പറഞ്ഞു. ഫഖാല ഉമറും പറഞ്ഞു, ഇന്നൽ അൻസാർ അമറൂനി അൻ ഉബല്ലിഗക, താങ്കളോട് പറയാൻ അൻസാറുകൾ എന്നോട് പറയുന്നു, വഅന്നഹും യത്ലുബൂന ഇലൈക അൻ തുവല്ലി അംറഹും റജുലൻ അഖ്ദമ സിന്നം മിൻ ഉസാമ, ഉസാമയേക്കാൾ പ്രായമുള്ള ഒരാളെ നേതാവാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഷാകുലനായി ചാടി എഴുന്നേറ്റ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിന്റെ താടി പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു, സക്കിലത്ക ഉമ്മുക വാദമത്ക ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകനെ നീ തുലഞ്ഞു പോകട്ടെ. ഇസ്തഅമലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅബുറുനി അൻ അൻസഅ, അല്ലാഹുവിന്റെ റസൂൽ സൈന്യാധിപനാക്കിയ ഉസാമയെ മാറ്റാൻ നീ എന്നോട് കൽപ്പിക്കുന്നു. അള്ളാഹും അവൻ്റെ റസൂലും കൽപ്പിച്ചത് നടപ്പാക്കുന്നതിലാണ് വിജയമെന്ന ഉറച്ച നിലപാടന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമറിനെയും മറികടന്നെടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ ഇസ്ലാം ഉണ്ടാകുമായിരുന്നില്ല. ഉറച്ച നിലപാടിൻ്റെ പേരാണ് ഇസ്ലാം. റസൂലുള്ളാഹി അതാണ് കാട്ടിത്തന്നത് യുദ്ധങ്ങളിലും അല്ലാത്തപ്പോഴും. അള്ളാഹു പറഞ്ഞതാണ്. ഇസ്ലാം എന്താണെന്ന ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് ഇസ്തുമ്മസ്തഖിം എന്നാണ്. ലോകചരിത്രം അള്ളാഹുവിൻ്റെ റസൂലിൽ കണ്ട ഏറ്റവും വലിയ ഒരു അത്ഭുതം സ്ഥൈര്യമാണ്. ആ സ്ഥൈര്യം കൊണ്ടാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്രയും ഉറച്ച നിലപാടുമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് മുഴുവൻ ഇസ്ലാമിക സമൂഹത്തിൻ്റെയും അന്ന് മുതൽ ആരംഭിച്ച എങ്ങുമെത്താതിരുന്ന ഒരു ഇസ്ലാം ഇന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് ഉമറിൻ്റെ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ 2/3 വ്യാപിച്ച ഇസ്ലാമിന് കാരണം അബൂബക്കറിൻ്റെ ഇസ്തിഖാമത്താണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇസ്തിഖാമത്ത് ഉറച്ചു നിൽപ്പാ. അതുകൊണ്ട് പരിശുദ്ധ ദീനിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. പ്രയാസം വരും, പ്രതിസന്ധി വരും, മരിക്കും, ഷഹീദാകും. ലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, പേടി കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, നഖ്സിൻ മിനൽ അംവാൽ, സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കും, നഷ്ടം കൊണ്ട് പരീക്ഷിക്കും, വൽ അംഫുസി, നിങ്ങൾപ്പെട്ട ആളുകൾ മരിച്ചു വീഴും, അങ്ങനെയും നിങ്ങളെ പരീക്ഷിക്കും. ഫബശ്ശിരി സാബിരീൻ, അപ്പോൾ ക്ഷമിക്കുന്നവരെ സന്തോഷ വാർത്ത അറിയിക്കുക. ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷം, അവർക്കേ സന്തോഷിക്കാൻ വകയുള്ളൂ. അല്ലാതെ പതറുന്നവർക്ക് ഒരു സന്തോഷത്തിനും വകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ, നമ്മുടെ തലമുറയെ വ്യതിചലിപ്പിക്കാൻ വലിയ ശ്രമങ്ങളുണ്ട്. ഇസ്ലാമിലെ ഈ പരിശുദ്ധമായ ദീനിൻ്റെ ഓരോ സന്ദർഭങ്ങളെയും ഓരോ സന്ദേശങ്ങളെയും മോശപ്പെടുത്താൻ, അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർ. കേരളത്തിലുണ്ട് ഒരു വലിയ ലോകസഞ്ചാരി. ലോകം മുഴുവൻ ഒന്ന് കറങ്ങി വന്നപ്പോൾ സർവജ്ഞപീഠമേറിയ പോലെ അയാൾ വിളിച്ചു കൂവുന്നു, അള്ളാഹുവിന് ഇത്ര വലിയ ശക്തിയുണ്ട് എങ്കിൽ ഇവിടത്തെ അക്രമികളെ പിടിച്ചു കെട്ടാൻ പറ്റില്ലെങ്കിൽ പിന്നെ സ്വർഗത്തിൽ എന്ത് വാഴയ്ക്കയാ തരാൻ പറ്റുക എന്ന് അയാൾ ചോദിച്ചേക്കണേ. ഇതൊക്കെ കേട്ട് പതറുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു എന്താ പറഞ്ഞത് ഇവനോട്? അള്ളാഹു പറഞ്ഞത്, നിനക്കാരെങ്കിലും ഇസ്ലാമിനെതിരിൽ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ ആക്രമിച്ചാൽ അവനെ അവിടെ വെച്ച് തന്നെ അങ്ങ് അമർച്ച ചെയ്ത് കളയുമെന്ന് അള്ള പറഞ്ഞോ? എന്ന് ഏതെങ്കിലും അള്ള പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം പരീക്ഷണാലയമാണ്. നിങ്ങളെ നന്നായി നാം പരീക്ഷിക്കും, വിറവിറപ്പിക്കും. നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങളെ രക്ഷിക്കും എന്നല്ലേ അള്ള പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹു അക്രമിയെ പിടിക്കാനാണെങ്കിൽ പിന്നെ ഇബിലീസിനെ പടച്ചവനാരാ? അള്ളാഹു അല്ലേ.
തെറ്റിനും ശരിക്കും പ്രേരണ നൽകുന്ന, തിന്മയെ പ്രേരിപ്പിക്കുന്ന പിശാചിനെ നമ്മളോടൊപ്പം അയച്ച് ആ പ്രേരണയെ മറികടക്കുന്ന ആത്മശക്തി, ആത്മസംയമനം ആർജിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ് ഈ ലോകമെന്ന് പഠിപ്പിച്ച ഇസ്ലാമിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ കുറിച്ച് അക്രമികളെ ഒന്നും ഇവിടെ അള്ളാഹ് ശിക്ഷിക്കുന്നില്ല പോൽ. ഇതുവരെ ആക്രമിച്ച ആളുകളെ ഒന്നും അള്ളാഹ് പിടിച്ചില്ലേ? ഫിറഔനെ പിടിച്ചില്ലേ അള്ളാഹ്? മുസോളിനിയെ പിടിച്ചില്ലേ അള്ളാഹ്? ഹിറ്റ്ലറെ പിടിച്ചില്ലേ അള്ളാഹ്? പോൾപോട്ടിനെ പിടിച്ചില്ലേ അള്ളാഹ്? ആരെയാണ് പിടിക്കാതിരുന്നത്? ഒരല്പം സമയം കാത്തിരിക്കണമെന്നല്ലേ ഉള്ളൂ. പിടിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ത്യയിലെ വലിയ അക്രമികളെ പിടിച്ചില്ലേ അള്ളാഹ്? ഇസ്രയേലിൻ്റെ ഏരിയൽ ഷാറോണിനെ പിടിച്ച് കിടത്തിയില്ലേ അള്ളാഹ് 10-12 കൊല്ലം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റുകളുടെ വലിയ തലതൊട്ടപ്പനെ കിടത്തിയില്ലേ അള്ളാഹ്? പേര് പറഞ്ഞാൽ എത്ര ആളുകളുണ്ട്, പറയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. വലിയ വലിയ ആളുകൾ, ഇന്നും തിളങ്ങി നിൽക്കുമെന്ന് വിചാരിച്ച ആളുകളുടെ പേര് പോലുമുണ്ടോ, പൊടി പോലുമുണ്ടോ ഇന്ത്യ രാജ്യത്ത്? എത്ര ആളുകൾ, ആരൊക്കെ ഉണ്ടവരൊക്കെ? ഇന്ന് ഈ രാജ്യത്ത് രക്തപ്പുഴ ഒഴുക്കിയവർ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും അപമാനിതരായി കഴിയുകയല്ലേ? ആരെയാണ് അള്ളാഹു ശിക്ഷിച്ചില്ലെന്ന് പറയുന്നത്? പിന്നെ ഇവൻ വിചാരിക്കുമ്പോൾ ശിക്ഷിക്കാനിരിക്കുന്നവനാണോ അള്ളാഹു? കാത്തിരിക്കണം. സുമ്മസ്തഖാമു, അള്ളാഹുവിൻ്റെ വിധി വരുന്ന നിമിഷങ്ങൾക്ക്. ഞാൻ പറയുന്നത്, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന പ്രതിസന്ധികൾ, ആശയങ്ങളുമായി പലരും രംഗത്ത് വരുമ്പോൾ അയാൾ തന്നെ പറയുന്ന വൈരുദ്ധ്യം, ദൈവം ഉണ്ടെന്നൊക്കെ വിശ്വസിച്ചോട്ടെ, അത് കുഴപ്പമുള്ള സാധനമൊന്നുമല്ല. പക്ഷേ പിന്നെന്താ ദൈവം എന്ന് ഇയാൾ വിചാരിച്ചത്? ദൈവം ഉണ്ടെന്ന് വിചാരിക്കുന്നതിന് ഞാനും അനുകൂലമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാഴയ്ക്ക ഉണ്ടാക്കാൻ കഴിയാത്തവൻ്റെ പേരാണോ ദൈവം എന്ന് പറയുന്നത്? എന്നാൽ പിന്നെ ദൈവം ഇല്ലെന്ന് തന്നെ പറഞ്ഞൂടെ? ദൈവം ഉണ്ടെന്ന് പറയുന്നതിന് ഞാൻ എതിരല്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ദൈവത്തിനൊരു വാഴയ്ക്കും കൊള്ളുകയില്ലാന്ന്. അപ്പോൾ പിന്നെ ഈ ദൈവം എന്താണ്? അതുപോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ മതം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് മറ്റുന്നള്ളിച്ച് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? ശരിയ എന്നാ പറയാ, ശരിയ എന്ന് തന്നെ പറയുന്നില്ല. ശരിയയും ഹദീദും അനുസരിച്ച് ജീവിക്കാൻ ഇവിടെ പേഴ്സണൽ ലോ ബോർഡ് ആവശ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ അത് അങ്ങനെയാണെങ്കിൽ അവർ ക്രിമിനൽ നിയമം നടപ്പാക്കാത്തത് എന്താണെന്ന്. ഒരു ആഭ്യന്തരമന്ത്രിയുടെ സ്ഥാനത്തിരുന്ന ഒരു മനുഷ്യന് ഇത്രമാത്രം വിവരദോഷിയാകാൻ പറ്റുമോ? പേഴ്സണൽ ലോ നടപ്പാക്കി ജീവിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരണമെന്ന് നമ്മൾ പറയുമ്പോൾ ക്രിമിനൽ ലോ നടപ്പാക്കാത്ത എന്താണെന്ന് ഭരണാധികാരി ചോദിക്കുക. ക്രിമിനൽ ലോ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണെന്നാണ് ഇസ്ലാമിക ശരീഅത്ത്. അത് സൗദി അറേബ്യയിലാണെങ്കിൽ പോലും ഒരാളെ കൊന്നാൽ ആ വ്യക്തിയെ കൊല്ലാൻ അവകാശമില്ല, ഗവൺമെൻറ്റാണ് കൊല്ലേണ്ടത്. ക്രിമിനൽ എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. പേഴ്സണൽ ലോ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ആചരിക്കേണ്ട നിയമത്തെയാണ് പേഴ്സണൽ ലോ എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്ക് നിങ്ങൾ അനുവദിച്ച് തരണം, തന്നേ തീരൂ, ഭരണഘടന ഞങ്ങൾക്ക് അനുവാദം തരുന്നുണ്ടെന്ന് നാം പറയുന്നത് പേഴ്സണൽ ലോയാണ്, ക്രിമിനൽ ലോ അല്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ ക്രിമിനൽ ലോ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിൽ ഒരു പൗരനും ഇടപെടാൻ അവകാശമില്ല. സൗദി അറേബ്യയുടെ ക്രിമിനൽ ലോ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഇതാണ്, ഒരു പൗരനും ഇടപെടാൻ അവകാശമില്ലാത്തതാണ്. അതുകൊണ്ട് ക്രിമിനൽ ലോ വേണമെന്ന്, കട്ടവൻ്റെ കൈ വെട്ടണമെന്ന് നിങ്ങൾ എന്താ പറയാത്തതെന്ന്? കട്ടണവൻ്റെ കൈ വെട്ടണമെന്ന് ഞങ്ങൾ പറയാം. ഞങ്ങൾ പറഞ്ഞാലും ഇവ നടപ്പാക്കി തരുമോ? ഈ പറഞ്ഞയാൾ നടപ്പാക്കി തരുമോ? അത് രാജ്യത്തോട് പറയാൻ പറ്റുമോ? അത് ക്രിമിനൽ ലോയാണ്, അത് ഗവൺമെൻറ്റിൻ്റെതാണ്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം പേഴ്സണൽ ലോയിൽ ഇടപെടരുത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും അവൻ്റെ ജീവിതത്തിൽ ആചരിക്കേണ്ട നിയമങ്ങളെയാണ് പേഴ്സണൽ ലോ എന്ന് പറയുന്നത്. ക്രിമിനൽ ലോയും പേഴ്സണൽ ലോയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു വിവരദോഷി ഉന്നത സ്ഥാനീയനായി കയറിയിരുന്നു കൊണ്ട് ഇത്തരം അസംബന്ധങ്ങൾ വിളിച്ചു പോകുമ്പോൾ ചില ആളുകൾ ചോദിച്ചു, അല്ലേലും ശരി. അപ്പോൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് പലരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചോദിക്കുക, ശരിയാ, അങ്ങനെ വലിയ ശരിയാത്ത നിർബന്ധമാണെങ്കിൽ പിന്നെ എന്താ കട്ടവൻ്റെ കൈവെട്ടണമെന്ന് മുസ്ലിങ്ങൾ പറയാത്തതെന്ന് നമ്മുടെ ആളുകൾ തന്നെ ചോദിക്കുകയാണ്. പേഴ്സണൽ ലോയും ക്രിമിനൽ ലോയും എന്താണ് എന്നും, വ്യക്തികൾ ആചരിക്കേണ്ടത് പേഴ്സണൽ ലോയാണെന്നും, രാഷ്ട്രമാണ് ക്രിമിനൽ ലോയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടതെന്നുമുള്ളത് ആർക്കാണ് അറിയാത്തത്? ഇസ്ലാമിക ശരീഅത്തും അങ്ങനെ തന്നെയാണ് പറയണത്. ഇസ്ലാമിക ശരീഅത്തിൻ്റെ ശരീഅത്ത് നിയമമാണ് ക്രിമിനൽ നിയമം വ്യക്തികൾ കയ്യിലെടുക്കരുത് എന്നുള്ളത്. അത് രാഷ്ട്രത്തിൻ്റെ ബാധ്യതയാണ് എന്ന്. ഇതൊന്നും അറിയാതെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിവില്ലാതെ നമ്മൾ ഓരോരുത്തരും വ്യതിചലിച്ച് മാറിപ്പോകാനാണ് ഭാവമെങ്കിൽ തീർച്ചയായിട്ടും അതാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരായിട്ട് ഇതുപോലുള്ള ചില വാദമുഖങ്ങളൊക്കെ കേട്ടിട്ട് സഞ്ചാരി പറഞ്ഞത് ശരിയല്ലേ, ആഭ്യന്തര മന്ത്രി ചോദിച്ചാൽ ശരിയല്ലേ, വലിയ സൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് എന്താ സംഭവമാണെന്ന വിചാരം. ഒരു ബോധവുമില്ലാത്ത കുറേ ആളുകൾ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും, യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്തോ വലിയ കാര്യമല്ലേന്ന്. അറിവില്ലായ്ക അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ഇത്തരം ആളുകൾ പരിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള വലിയ പരീക്ഷണമാണിതൊക്കെ. ചെറിയ പരീക്ഷണമല്ലിത്, വലിയ പരീക്ഷണം തന്നെയാണ്. ഉറച്ചു നിന്നാൽ സഹായം ഉറപ്പാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ പിന്നിട്ട നാളുകളിൽ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഉറച്ചു നിൽക്കുക.
ഇസ്തിഖാമത്ത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഒരു മൂല്യമാണ്. അത് കാത്തു സൂക്ഷിക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ റമദാനിൽ നാം ഉയർത്തിപ്പിടിച്ച നന്മകളെല്ലാം അടുത്ത റമദാൻ വരെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി നൽകിയ പരിശീലനമായിരുന്നു. അതിനിടയിൽ ഒരു ദിവസം പോലും ഇടമുറിയാതെ ആ നന്മകൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നാൽ ആ ഇസ്തിഖാമത്തിന് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുക തന്നെ ചെയ്യും എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.